ഒരു പിക്ചറിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു പിക്ചറിനെ എനിക്ക് ഫോട്ടോഷോപ്പിലാണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അതേ രീതിയിൽ നമുക്ക് എന്താണ് കോറലിലും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നേ ഉള്ളൂ. കോറൽ പെയിൻറ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ടൂൾസിൻ്റെ അകത്ത് ഓപ്ഷൻസിൻ്റെ അകത്ത് കോറൽ ഡ്രോ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ അതുപോലെ എഡിറ്റ് അങ്ങനെ പല പല സംഭവങ്ങൾ കിടപ്പുണ്ട്. എഡിറ്റിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ടു എഡിറ്റ് ബിറ്റ് മാപ്സ് ഇൻ കോറൽ ഫോട്ടോ പെയിൻറ് ഇതിൽ ടിക്കായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് പറ്റും, ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറി പോവില്ല. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അത് എടുത്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ ഈ ഒരു പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണേ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് വേറെ ഒരു സോഫ്റ്റ്വെയർ, അതായത് കോറലിന് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ കയറി പോവുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഏകദേശം കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഫോട്ടോ അല്ലെങ്കിൽ കോറൽ ഫോട്ടോ പെയിൻറ് എന്ന് പറഞ്ഞ ആ സോഫ്റ്റ്വെയർ അത് ഓപ്പൺ ആയി. ഏകദേശം അത് കണ്ടു കഴിഞ്ഞാൽ കോറൽ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, മാസ്ക്, അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ടൂള്, ക്ലോണ്, സ്മിയർ എല്ലാം ഏകദേശം ഫോട്ടോഷോപ്പ് കോറൽ തന്നെയാണ് സംഭവം. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പിക്ചറിന് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിൻ്റെ അകത്ത് കട്ട് ഔട്ട് ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇമേജിൻ്റെ അകത്ത് കട്ട് ഔട്ട് ലാബ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കട്ട് ഔട്ട് ലാബ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവുക. അതിനെ സ്വല്പം ഒന്ന് വലുതാക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ടൂൾ ഓപ്ഷൻ്റെ അകത്ത് കണ്ട നിബ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിബ് സൈസ് ഞാനിപ്പോൾ 15 ആക്കിയിരിക്കുകയാണ്, അതിനെ ഞാനൊരു 10 ആക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു നിബ് സൈസ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇതിനെ കട്ട് ചെയ്യണം അത്രയും ക്വാളിറ്റി. സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും. ഉണ്ടോ, എത്രത്തോളം സൂം ചെയ്യണം അത്രയും സൂം ചെയ്യാം. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സൂം ഔട്ടും ചെയ്യാം. മൂവ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്തും വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ടൂളുണ്ട്. ഹാൻഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ടും ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ടോ ഹൈലൈറ്റർ ടൂളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിബ് ആക്റ്റീവ് ആവും, നിബിൻ്റെ സൈസ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ വഴി ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമുക്ക് ഏത് പോർഷനാണ് വേണ്ടത് ആ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് വരയ്ക്കണം. ഞാനിപ്പോൾ റഫായിട്ട് വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരച്ചു, ഈ ഒരു ഭാഗത്തോട്ട് എടുത്തു, ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വരച്ചതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അതങ്ങനെ ഇരുന്നോട്ടെ. അകത്ത് നമുക്കങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇൻസൈഡ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അവിടെ ക്ലിക്ക് ചെയ്യുക, അവിടെ അങ്ങ് ഫില്ല് ചെയ്യുക. അപ്പോൾ അതെന്ത് കളറായി, ഒരു നീല കളറായി മാറി. കാരണം നീലയാണ് കൊടുത്തിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ ഏത് കളർ വേണം, പച്ച. അത് നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കട്ടായി. സംഭവം പിടി കിട്ടിയോ? ഇനി ഞാൻ ഈ എഡ്ജിലൊക്കെ പ്രശ്നമുണ്ട്, ആ എഡ്ജൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് ഇറൈസർ ടൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ എഡ്ജൊക്കെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്യാം. മീൻസ് ഒരു ഫോട്ടോഷോപ്പ് പോലെ തന്നെ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യത്തക്ക രീതിയിലാണ്. ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, അതെല്ലാം പിന്നെ ശരിയാക്കി എടുക്കാം. ഞാൻ അതിനുശേഷം ഇതിനെ ക്ലോസ് ചെയ്യുക. ഓക്കെ കൊടുക്കുന്നില്ല, പകരം ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുക്കുമ്പോൾ ചോദിക്കുന്നത് ഈ ബിറ്റ് മാപ്പ് നമുക്ക് സേവ് ചെയ്യണമെന്നാണ്. ഞാൻ എസ് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നുള്ളതാണ്. റെക്റ്റാങ്കിൾ ടൂൾ വെച്ച് വരച്ചു, ഷിഫ്റ്റ് പേജ് ഡൗൺ. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നവും ഇല്ല, അത് സോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മാസ്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആൽഫബറ്റ് എന്തെങ്കിലും ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് ഞാൻ വലുതാക്കി. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു, ഏതെങ്കിലും ഒരു കളർ കൊടുത്തു. ഓക്കെ, ഇത്രയും പിടിയിട്ടല്ലോ. ഈ ടോപ്പിലും ഇങ്ങനെ ഇരുന്നോട്ടെ. എത്രത്തോളം നമ്മൾ ഏരിയക്കകത്ത് വേണോ അത്രത്തോളം ഏരിയക്കകത്ത് നിങ്ങൾക്ക് വരയ്ക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മൊത്തം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നമുക്ക് ഏത് ടൂൾ വേണോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രീ ഹാൻഡ് ടൂൾ യൂസ് ചെയ്യണം. മൊത്തം വരയ്ക്കേണ്ട. ആ ജിയുടെ ഏരിയക്കകത്ത് ഇങ്ങനെ വന്നു, ഇവിടം വരെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് ഫിനിഷ് ചെയ്തു. കണ്ടോ, അത് ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് വരയ്ക്കാം. മീൻസ് ഇങ്ങനെ വരച്ചു വന്നു, ഏത് പൊസിഷൻ വരെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പൊസിഷൻ വരെ വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് എടുത്ത് അതിൻ്റെ മുകളിലത്തെ പൊസിഷൻ വരെ കൊണ്ടുവരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജിയിൽ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഇതിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഏതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ജിയിൽ സെലക്ട് ചെയ്യുക, സെക്കൻഡ് ഇതിൽ സെലക്ട് ചെയ്യുക.
അപ്പോൾ മാത്രമേ എന്താണ് ഈ ടൂളുകൾ ആക്റ്റീവ് ആവുള്ളൂ. വെൽഡ്, ട്രിം അങ്ങനെയുള്ള ടൂൾ. അപ്പോൾ ഫസ്റ്റ് ജിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ട്രിം കൊടുക്കുകയാണ്. ട്രിം കൊടുക്കുമ്പോൾ എന്ത് പറ്റും നോക്കിക്കണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇത് ട്രിമ്മായി. ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ട്രിമ്മായി. ഓക്കെ, ഇതിപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഇത്രയും ട്രിം ആയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പോലെ ഇരിക്കും. ഞാനതിനെ ഒന്നും കൂടെ വരയ്ക്കാം. ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ വരയ്ക്കാം. ഇവിടെ സെലക്ട് ചെയ്തു. നമ്മുടെ ഫ്രീ ഹാൻഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. മൊത്തം ജി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ കൊണ്ടുവച്ച് ഞാൻ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാമല്ലോ. എഡിറ്റ് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇതാ സെലക്ട് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഇതിന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഏതിൽ സെലക്ട് ചെയ്യുക, നമ്മുടെ കർവിൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ജിയിലും രണ്ടാമത് കർവിലും സെലക്ട് ചെയ്യുക. എന്ത് കൊടുക്കുക, അതിൻ്റെ അകത്ത് ട്രിം. ഓക്കെ, ജിയും ഇതും ആ സെലക്ഷൻ മാറിപ്പോരുത്. രണ്ടും ഒന്നും കൂടെ ഞാൻ തിരിച്ചു പോയേ. 1 2 ഏതാണ് ട്രിം കൊടുക്കുക. ഓക്കെ, ഇപ്പം അത് പുറത്ത് വന്നല്ലോ, കണ്ടോ കറങ്ങി അത് പുറത്ത് വന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർവ് ഉണ്ടല്ലോ, കർവ് പുറത്തല്ലേ ഇരിക്കുന്നത്, കർവും സെലക്ട് ചെയ്യുക. അകത്ത ഈ ഒരു ഫോട്ടോയും സെലക്ട് ചെയ്യുക. കർവും സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഫോട്ടോയും സെലക്ട് ചെയ്യുക. ബാക്ക് മൈനസ് ഫ്രണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യുക, ബാക്ക് മൈനസ് ഫ്രണ്ട്. പിടികിട്ടിയ? അപ്പോൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്ന ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് കറക്റ്റായിട്ട് കട്ടായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. മനസ്സിലായ സംഭവം? ഇപ്പോൾ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പുറത്ത് വെച്ച് കൊടുക്കാം, അകത്താണെങ്കിൽ അതിനെ അകത്ത് പ്ലേസ് ചെയ്യാം. ഷിഫ്റ്റ് പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്താ കണ്ടോ? ഇതാണെങ്കിൽ കണ്ടോ ഇങ്ങനെ കട്ടായി. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ് വരച്ചത് ആ രീതിയിലുള്ള ഒബ്ജക്റ്റ് ആ രീതിയിലാണ് കട്ടായിരിക്കുന്നത്. ഇപ്പോൾ ജി ഞാൻ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ. ഇവിടെ ആണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഒന്നിങ്ങനെ ഇരിക്കും. കണ്ടോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ ആ ഒരു പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജി എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ കാണാനും പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു, ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അകത്തൊരു ഔട്ടർ ഗ്ലോയോ അല്ലെങ്കിൽ ഷാഡോയോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വലിച്ച് ഇതിൻ്റെ അകത്തൊരു ഷാഡോ കൊടുക്കാം. ഈ ഒരു ഒബ്ജക്റ്റിന് മാത്രമേ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് മാത്രം. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് നമുക്ക് വേണ്ട ആ ഒരു പൊസിഷനിൽ മാത്രം വെച്ച് കൊടുക്കുക. ജസ്റ്റ് മൂവ് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഔട്ടർ ഗ്ലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നമുക്ക് കോണ്ടൂർ ഉണ്ടല്ലോ, കോണ്ടൂർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഔട്ടറിൻ്റെ അകത്ത് എന്ത് വേണമെന്നുള്ള, ഔട്ടറിൻ്റെ അകത്ത് ഏതാണ് ഔട്ട് സൈഡ് കോണ്ടൂർ. ഔട്ട് സൈഡ് കോണ്ടൂർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു ഔട്ട് സൈഡ് കോണ്ടൂർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അല്ല അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സിൻ്റെ അകത്ത് ബ്ലർ ഉണ്ട്. ബ്ലറിൻ്റെ അകത്ത് തന്നെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഇതിപ്പം ബ്ലർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഷാഡോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ഷാഡോ എപ്പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ടോ ഷാഡോ സെപ്പറേറ്റ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് ബ്ലർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് ബ്ലറിനെ കൊടുക്കാം. മൂവ് ചെയ്ത് വെച്ചു, സ്വല്പം കൂടെ മൂവ് ചെയ്ത് കൊണ്ടുവന്നു. എഫക്ട്സ് ബ്ലർ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ബ്ലറാണ്, റേഡിയൽ ബ്ലറോ സോഫ്റ്റ് ആണോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. റേഡിയലാണെങ്കിൽ റേഡിയൽ ബ്ലർ ഇതാ വർക്ക് ചെയ്യുന്നുണ്ട്. റേഡിയൽ ബ്ലറിന് ഞാൻ സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ ഇപ്പോൾ തുടക്കം എങ്ങനെയായിരുന്നു അവസാനം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രിവ്യൂ ബട്ടൺ കണ്ടോ, ഇവിടെ കൺട്രോൾ പി അടിച്ചിട്ട് നോക്കാം നിങ്ങൾക്ക്. കണ്ടോ ബിഫോർ ആഫ്റ്റർ, കണ്ടോ അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആഫ്റ്റർ ആണ്, ഇതെന്താണ് ബിഫോർ ആഫ്റ്റർ ആണ്. ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് വ്യൂ. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. കണ്ടോ ബിഫോർ ആഫ്റ്റർ തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം എന്നുള്ളത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കാം. കണ്ടോ മനസ്സിലായോ? മൂവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഓക്കെ കൊടുത്തു.
അതിനുശേഷം നിങ്ങൾക്കൊരു വൈറ്റും കൂടെ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ Ctrl+C Ctrl+V അടിക്കുന്നു. അതിൻ്റെ മുകളിൽ ഞാനൊരു വൈറ്റ് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുക്കാം. ആ ഒരു 3D ഫീല് കിട്ടും. മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും കൂടി V എന്നുള്ള ഇത് ഞാൻ ടൈപ്പ് ചെയ്യണേ. ഓക്കെ, സെലക്ട് ചെയ്യുന്നു. V ഞാൻ സ്വല്പം ഒന്ന് വലുതാക്കുകയാണ്. എന്നിട്ടൊന്ന് ബോൾഡ് ആക്കുന്നു. അതിൻ്റെ ഒരു ടിൻറ്റ് മീൻസ് അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ സൈസും ഫോണ്ടിൻ്റെ ഒരു ഇത് ഞാനൊന്ന് മാറ്റി. ഓക്കെ, എന്നിട്ട് ഞാൻ ആ കളർ സെയിം കോമൺ കളർ തന്നെ കൊടുത്തു. Ctrl+C Ctrl+V ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഇതിന് ഞാനൊരു വൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതേ ഷാഡോ തന്നെ ഇവിടെ കൊടുക്കാം. മൂവ് ചെയ്ത് മാറ്റി വെച്ചു. മൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു ഷാഡോ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ പുറത്തെടുത്ത് വെച്ചിട്ട് അവിടെ നമുക്കൊരു ഷാഡോ മൂവ് ചെയ്ത് കൊടുക്കാം. എന്താ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. ഷാഡോ സ്വല്പം കൂടെ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഷാഡോ സെലക്ട് ചെയ്യുക, ഇവിടെ വയ്ക്കുക. ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ആംഗിളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. കിട്ടിയോ? ഇതിൻ്റെ ഫുൾ സ്ക്രീൻ ഏതാണ്? വ്യൂവിൻ്റെ അകത്ത് F9 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ സ്ക്രീൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള മാസ്കും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻഹാൻസ്ഡിൽ വെച്ച് വർക്ക് ചെയ്യുക. വയർ ഫ്രെയിം ആയത് ഇങ്ങനെ ഇരിക്കും കണ്ടോ, പക്ഷെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. വ്യൂവിൻ്റെ അകത്ത് നോർമൽ ആയി കഴിഞ്ഞാൽ സാധാരണ, പക്ഷെ കണ്ടോ ഇതിനകത്ത് പിക്സലേഷൻ കാണുന്നുണ്ടോ? മീൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ്. പ്രിന്റിൽ അത് പ്രോബ്ലം വരത്തില്ല. വ്യൂ എടുത്തിട്ട് എൻഹാൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ക്വാളിറ്റി നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഷിഫ്റ്റ് പേജ് ഡൗൺ ആക്കി ഏതാണ് ഈ ജീൻ്റെ അകത്തെ ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ അകത്തും ആക്കാം, ഒരെണ്ണം ഇതിൻ്റെ പുറത്തും ആക്കാം. മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തും. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലുള്ളതിന് ഒബ്ജക്റ്റിനെ എടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഭാഗത്തോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് അലൈൻ ചെയ്യുക. അതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. മനസ്സിലായോ? പിടികിട്ടിയ സംഭവം മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം.